റെസ്പോൺസ് എങ്ങനെയുണ്ട് സിനിമ ഇറങ്ങിയതിന്റെ? പ്രീ റിലീസ് ഇവന്റ് തൊട്ട് അല്ലെങ്കിൽ ട്രെയിലർ റിലീസ് ആവുന്നത് തൊട്ട് പലരുടേന്നും നല്ല നല്ല റെസ്പോൺസുകളാണ്. സിനിമ ഇറങ്ങിയതിനു ശേഷം പല ഡയറക്ടേഴ്സ് വിളിച്ചു. അപ്പം എനിക്കിതൊക്കെ പുതിയതാ. അപ്പം ഇത് ഭയങ്കര രസമുണ്ട്. എനിക്ക് തോന്നുന്നു ആ പ്രസംഗത്തിന് കഴിഞ്ഞും എന്നെ അട്രാക്ട് ചെയ്ത് ആ എനർജി എവിടെ നിന്നായിരുന്നു? എനർജി അകത്തുനിന്ന് വന്ന്. അല്ല, അങ്ങനെയല്ല, അകത്തുനിന്ന് വരണമെങ്കിൽ ഒരു റീസൺ ഉണ്ടാവില്ലേ? റീസൺ എന്ന് വെച്ചാൽ അത് അത്രയും വലിയൊരു സ്റ്റേജ് അല്ലേ, ഇത്രയും വലിയ ക്രൗഡ് അല്ലേ. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ മേളിൽ കയറുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റും ടെൻഷനും ഈ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ പുറത്തോട്ട് വന്നതാ. അതെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. ഞാൻ സത്യം പറഞ്ഞ അതേ സെയിം സിറ്റുവേഷൻ ഞാൻ ഒരു അവാർഡ് വാങ്ങിക്കുന്ന പോലെയാണ് ഞാൻ അത് കണക്ട് ചെയ്തിരുന്നത്. പക്ഷെ അതായിരുന്നു എന്റെ അവാർഡ് വാങ്ങിക്കുന്ന മൊമെന്റ്. അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ ആ ഒരു സമയത്ത് ഞാൻ ഒരു അവാർഡ് വാങ്ങിക്കാൻ പോലും ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ. പക്ഷെ ഇതെനിക്ക് ആ ഒരു സ്റ്റേജ്, ആ ഒരു എനർജി എനിക്ക് എന്തോ ദൈവഭാഗ്യം കൊണ്ട് അങ്ങനെയൊക്കെ സംസാരിപ്പിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. ഇതിന്റെ ഒപ്പം തന്നെ വെങ്കി അറിയുന്ന പോലെ തന്നെ 2 മലയാളീസും കൊണ്ട് അതിന്റെ ബിഹൈൻഡ് ദ ക്യാമിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് അറിയാലോ? ജോമോൻ ടി ജോണും ഗിരീഷ് ഗംഗാധരനും. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ മുത്തുകളാണ്. അപ്പം അവരുടെ ഒപ്പമുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും? ഭയങ്കര അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഡേ എന്റെ ഷൂട്ട് ചെയ്ത ഗിരീഷ് ഏട്ടനായിരുന്നു. ഗിരീഷ് ഏട്ടൻ തന്നൊരു സപ്പോർട്ട് ഭയങ്കരമാണ്. ജോമോൻ ചേട്ടൻ അതിനുശേഷമുള്ള പല പരിപാടി. അപ്പം ആദ്യം ഞാൻ ജോമോൻ ചേട്ടനെ കണ്ടപ്പോൾ പോലും ചേട്ടാ നീ എങ്ങനെയാടാ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചു. എന്റെ ഏതെങ്കിലും സിനിമ ആയിട്ടുണ്ടോ സംസാരമായി. പിന്നെ എനിക്കൊരു ബ്രദർഹുഡ് റിലേഷൻഷിപ്പ്. എന്റെ കടയിലൊക്കെ ജോമോൻ ചേട്ടൻ വന്നിട്ടുണ്ട്, ഇഡ്ഡലി കടയില് ട്രിവാൻഡ്രം വന്ന സമയത്ത്. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സംഭവമാണ് ബേസിക്കലി ഇവരുടെ ഒരു ഫ്രെയിമിന്റെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റുന്നത് തന്നെ. അത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അത് സംഭവിച്ചു. ഈവൻ നമ്മുടെ ബാബുരാജ് ചേട്ടനുണ്ട് പടത്തില്. അപ്പം കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. മകനായിട്ടല്ലേ? അതെ. അപ്പൊ എങ്ങനെയായിരുന്നു 2 മലയാളീസ് അല്ലെങ്കിൽ ക്രൂവിൽ കുറെ മലയാളീസ്? ഇപ്പൊ തമിഴ് ചെയ്തപ്പോഴാണെങ്കിലും അതൊരു മലയാള സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലും ഇവിടെയും വരുമ്പോഴും മലയാളീസിലുള്ള ഒരു സാന്നിധ്യം ഉണ്ട്. അപ്പൊ മലയാളീസിന്റെ ഒപ്പം വേറൊരു അന്യഭാഷയിൽ ഈ അഭിനയിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്? അങ്ങനെയല്ല. ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു പോയിന്റ് ഒരു സ്ഥലത്ത് മൊത്തം തെലുങ്ക് സംസാരിച്ച് പെട്ടെന്ന് നമുക്കൊരു മലയാളം നമ്മുടെ ഭാഷ കിട്ടുമ്പം ഇത് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് അറിയാമല്ലോ, കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതിനേക്കാളും ആസ് എ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ലക്കിയാണ്. ഇത്രയും ഒരു ടെക്നിക്കൽ ക്രൂവിൻ്റെ കൂടെ ഒരു പടം ചെയ്യുന്നു, അതും ഗംഭീര കഥാപാത്രം എന്നൊക്കെ പറയുന്നത്. അതില് നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന ഇത്രയും ചേട്ടന്മാരുള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അടുത്തിടപഴകുന്ന അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു അവസരമാണ് ഉണ്ടായത്. സെയിം ഇത് തന്നെയാണ് ഗൗതം സാറ്, ഞങ്ങളുടെ ഡയറക്ടർ. അദ്ദേഹം എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളിയാണ് എനിക്ക് ഇങ്ങനെ ഒരു പടവും ഇങ്ങനെ ഒരു റോളും ഒക്കെ എനിക്ക് തന്നത്. അതെ. അപ്പം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മലയാളീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒത്തിരി പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആരുടെ കോളായിരുന്നു അല്ലെങ്കിൽ ആരുടെ മെസ്സേജ്? എല്ലാവരുടെയാണ്. ഇപ്പം എൻ്റെ കൂട്ടുകാരന്മാർ തൊട്ട് ഇപ്പം സ്പീച്ച് കഴിഞ്ഞപ്പോൾ അജു ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു, എൻ്റെ സ്റ്റോറി വിനീതേട്ടനൊക്കെ ഷെയർ ചെയ്തിരുന്നു, അഹമ്മദ്ക്ക് എന്നെ വിളിച്ചിരുന്നു, ഇന്നലെ നഹാസ് വിളിച്ചിരുന്നു, RDXന്റെ കുറേ പേര് വിളിക്കുന്നുണ്ട്, അനിലേട്ടൻ വിളിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ ലൈഫിൽ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. അപ്പം ഞാനത് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യുന്നു. ഇനിയും എനിക്ക് എൻ്റേതായിട്ടുള്ള ഹീറോ ആയിട്ടൊക്കെ പടം ചെയ്യണം, അതും ഇതുപോലെ ആൾക്കാരിലേക്ക് ശ്രദ്ധിക്കപ്പെടണം, ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പീക്ക് മൊമെന്റ്. ഈ വേദനയൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലൊരു വേദനയായിരുന്നു. നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പ്രണയം പറയാൻ പറ്റില്ല എന്നുള്ളൊക്കെ ഒരു വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴത്തേക്കും ഒരു തമിഴിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ റൗഡിയാ, വെറുത്തു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ചേഞ്ചസ് എങ്ങനെയാ തിരഞ്ഞെടുക്കുക ഈ ക്യാരക്ടേഴ്സൊക്കെ? ഇല്ല, ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തതല്ല. എനിക്ക് പൊതുവെ ഒരു ടോക്സിക് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു വില്ലൻ പരിപാടിയാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് ബ്രേക്ക് ആയത് പ്രീസ്റ്റിൽ ഒരു അവസാനം ഒരു നല്ല ഇത് കാണിക്കുന്നുണ്ട്. ഇപ്പം വേദയിൽ എന്നെ ഹീറോ ആയിട്ടാണ് വെച്ചത്. റിബൽ സംബന്ധിച്ചിടത്തോളം വേദയുടെ ട്രെയിലർ കണ്ട് എനിക്ക് വന്ന സിനിമയാണ്. വില്ലനായിട്ട് പ്രോപ്പർ അടി ഇടി സ്ലോ മോഷൻ പരിപാടി. അപ്പം അതൊക്കെ എന്താണ് പരിപാടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. നല്ലൊരു ബാനറും നല്ലൊരു ടീമിന്റെയും കൂടെ ആകുമ്പോൾ അത് ചെയ്തു. പക്ഷെ ഇതിൽ നിന്ന് ഇത്രയും വേരിയേഷൻ ഉണ്ട്, വ്യത്യാസമുണ്ട്, അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു പ്ലാനിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. എനിക്കായിട്ട് വീണ് കിട്ടിയതാ. ഇനി അവിടെ നിന്ന് ഞാൻ കിങ്ഡം ചെയ്തപ്പോൾ പോലും
ഇത് കണ്ടിട്ടാണ് എനിക്ക് കിങ്ഡം കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം എനിക്ക് വീണ് കിട്ടുന്ന, ലക്കി ആയതുകൊണ്ട് വീണ് കിട്ടുന്ന അവസരങ്ങളാണ് ബേസിക്കലി. വിജയ് സാറുമായിട്ടുള്ള ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഏതായിരിക്കും? സെറ്റിലൊക്കെ ആണെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവില്ല? ഇല്ലില്ല, ഫണ്ണി ആയിട്ടുള്ള അങ്ങനെ മൊമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നല്ലോ. കാരണം കൂടുതൽ സമയം സ്ക്രിപ്റ്റ് പഠിക്കുക എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീയിങ് പുള്ളിയായിട്ട് കുറച്ചു നേരം സംസാരിച്ചു, കുറച്ചു നേരം. കാരണം പുള്ളിക്ക് പുള്ളിയുടേതായ സീനുണ്ട്, എനിക്ക് എൻ്റെതായ ഉണ്ട്. അപ്പം എന്നാലും അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ. പടം കണ്ടിട്ട് പുള്ളി എൻ്റെ അടുത്ത് നല്ലത് പറഞ്ഞു, എന്നെ പറ്റിയിട്ട് സ്റ്റേജിൽ പുള്ളി പറഞ്ഞു, എൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പം അതിൽ ഞാൻ ഭയങ്കര, പുള്ളി ഒരു അടിപൊളി ഹ്യൂമൻ ബീയിങ്ങും കൂടെ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഈവൻ സത്യദേവ് സാറ്, അദ്ദേഹം ഉണ്ട്, ഗംഭീര ആക്ടറാ. അപ്പം ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് പടത്തിൽ ഭയങ്കരമായിരുന്നു. അപ്പം എന്തുകൊണ്ടൊരു ഫണ്ണി മൊമെന്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ മൊമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ വിചാരിച്ചാൽ നമ്മളെല്ലാവരും അവരുടേതായ വർക്കിലായിരുന്നു. എനിക്ക് ഡയലോഗ് പഠിക്കണം, പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു പ്രോസസ്സും പരിപാടിയൊക്കെ ഉള്ളത് കാരണം. പക്ഷേ ഇങ്ങനത്തെ ഇപ്പൊ പ്രീ റിലീസ് ഇവന്റ് എന്റെ പോസ്റ്റർ പുള്ളി ഷെയർ ചെയ്തു, എൻ്റെ അമ്മയുടെ പേര് പുള്ളി പറഞ്ഞു. ഇപ്പൊ നമ്മള് അവസാനത്തെ ഫൈറ്റിലും കാര്യങ്ങളിലും ഒക്കെ പുള്ളിയായിട്ട് സംസാരിക്കാൻ പറ്റി. ഇതിലൊക്കെ ഭയങ്കര അടിപൊളി മൊമെന്റുകളായിരുന്നു. അനിരുദ്ധ് സാറിനെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിൽ പോകാൻ പറ്റാത്ത അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിൽ ഞാനൊരു പടം ചെയ്യുന്നു. അപ്പം ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ആണ്. ആ ഇവന്റ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, ശരിക്കും ഫസ്റ്റ് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ മനസ്സിൽ എന്തായിരുന്നു? ഞാൻ ഞാൻ സത്യം പറഞ്ഞ ഇവന്റിലാണ് പുള്ളിയെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ നേരിട്ട് കാണുന്നതും ആ ഇവന്റിലാണ്. അപ്പം എനിക്ക് പറയാനുള്ള, ഞാൻ ആ ഇവന്റിൽ തന്നെ പുള്ളിയോട് പറഞ്ഞു, ഒബ്വിയസ്ലി എല്ലാ ആൾക്കാരുടെ നമ്മുടെ ഏജ് കാറ്റഗറിയോ അല്ലെങ്കിൽ എല്ലാവരുടെ ഫോണിലും ഒരു അനിരുദ്ധ് പാട്ട് ഉണ്ടാവും. അപ്പൊ അനിരുദ്ധ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ബേസിക്കലി. അപ്പം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വർക്ക് ചെയ്യാന്ന് പറയുന്നതൊക്കെ ഞാൻ പേഴ്സണലി ആ ഒരു മൊമെന്റിൽ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡേ കുഴപ്പമില്ല, ഞാൻ അനിരുദ്ധ് വർക്ക് ചെയ്യണ പടത്തിൽ അഭിനയിച്ചോളാം. അത് നടന്നു. പുള്ളിയെ നേരിട്ട് കണ്ടു. പുള്ളിക്കും രജനീകാന്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന അപ്പോഴാ പുള്ളിയെ. ഭയങ്കര ഹാപ്പിയാണ്. ഈ പടം കണ്ടപ്പോഴും എനിക്കായിട്ടൊരു BGM കാര്യങ്ങളൊക്കെ പുള്ളി തന്നിട്ടുണ്ട്. രോമാഞ്ചം വന്നു തിയേറ്ററിൽ, സന്തോഷമാണ് വന്നത്. അതെ അതെ. കൂലി സിനിമ ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഓരോ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ കൂലി ഞങ്ങൾ ആരും കാണുന്നതിന് മുമ്പ്, അറിയുന്നതിന് മുമ്പ് സെറ്റിൽ പോയി അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. രജനി സാറിൻ്റെ ഫാനാണെന്നറിയാം, എങ്കിലും ലോകേഷ് സാറിനോടുള്ളൊരു ഇഷ്ടം അവിടെയും ഉണ്ട്. അപ്പം ബിഹൈൻഡ് ദ ക്യാമില് അദ്ദേഹം കാസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ആള് വന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ ആ ഒരു സമയം എങ്ങനെയാണ് എൻജോയ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു? ഞാൻ അൾട്ടിമേറ്റ്ലി തലവരെ കാണാനാ പോയത്. അപ്പം എൻ്റെ കണ്ണ് മൊത്തം തലവരില്ല. ഓക്കെ, നമ്മുടെ ഗിരീഷ് ഏട്ടനാണ് ലോകേഷ് സാറിനെയും അദ്ദേഹത്തിനെയും പരിചയപ്പെടുത്തിരുന്നത്. അപ്പം പറഞ്ഞു, ഇങ്ങനെ ഇവൻ കിങ്ഡത്തിലെ വില്ലനാണ്, ഇങ്ങനത്തെ പരിപാടിയാണ് ചെയ്യുന്നത്. ഓക്കെ സൂപ്പർ ബ്രദർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിയാണ് ഞങ്ങളെ രജനി സാറിൻ്റെ അടുത്ത് പറയുന്നത്, സാർ ഇവർ വന്ന് ആർട്ടിസ്റ്റ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കൊടുത്തത്. വരുന്നതിന് മുന്നേ ഞാനും ചോദിച്ചു, സാർ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം എന്നുള്ള. പുള്ളിയുടെ അസിസ്റ്റൻസിനൊക്കെ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബ്രോ, അവർ കുറച്ചുപേര് എൻ്റെ കോണ്ടാക്റ്റിലുണ്ട്. ഞാൻ പറഞ്ഞു, ബ്രോ എൻ്റെ ഫോട്ടോ എല്ലാം ഒന്ന് കാണിച്ചു കൊടു ബ്രോ, എന്തെങ്കിലുമൊക്കെ വന്നാൽ അഭിനയിക്കാലോ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ചാൻസ് പരിപാടി ഞാൻ നടക്കുന്നുണ്ട്. പക്ഷെ അതെനിക്കൊരു എപ്പോഴും ഞാൻ ലൈഫിൽ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. ഞാൻ രജനീകാന്ത് അദ്ദേഹം അഭിനയിക്കുന്നത് ഞാൻ കണ്ടു മോണിറ്ററിൽ. അപ്പൊ ഒരു ഫാൻ ബോയ് തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത് നേരിട്ട് കാണുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് ഭീകരമാണ്. അത് എനിക്ക് എന്റെ ലൈഫിൽ നടന്നു എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.